സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും. ശ്രീജിത്ത്, അപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കം പൂർത്തിയായല്ലേ? ഉന്മേഷ്, സത്യപ്രതിജ്ഞ എപ്പോൾ വേണമെങ്കിലും നടത്താം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പൊതുഭരണ വകുപ്പ്. പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള പ്രോട്ടോകോൾ വിഭാഗമാണ് സാധാരണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രോട്ടോകോൾ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ തന്നെ പൊതുഭരണ വകുപ്പ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇതിന് സമാന്തരമായി നടത്തുന്നുണ്ട്. ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണിയുടെ നേതാവ് എപ്പോൾ അറിയിച്ചാലും സത്യപ്രതിജ്ഞയ്ക്ക് സന്നദ്ധരായിരിക്കുക, സജ്ജരായിരിക്കുക എന്നതാണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതനുസരിച്ച് നാളെ വേണമെങ്കിലും സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. ചീഫ് സെക്രട്ടറി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം നടത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മറ്റും നിർദ്ദേശം നൽകിയിരുന്നു. ലോക്ഭവനകത്ത് വെച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അങ്ങനെ, ആ തരത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പൊതുഭരണ വകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്, ആർ ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായി എന്നുള്ള കാര്യം പൊതുഭരണ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെ വേണമെങ്കിൽ സത്യപ്രതിജ്ഞ നടത്താം എന്നാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിനിടെ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ അൻവർ സാദത്ത് MLA, ആലുവ MLA ആണ് രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചത്. പ്രഖ്യാപനം നടക്കാനിരിക്കെ സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ KC വേണുഗോപാൽ ഇപ്പോഴുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുകയാണ്. VD സതീശനാകട്ടെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വസതിയിൽ തുടരുന്നുണ്ട്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചാർട്ടേഡ് വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തി ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള പ്രഖ്യാപനമായിരിക്കുമല്ലോ ഉണ്ടാവുക. ശ്രീജിത്ത്, ഉന്മേഷ്, തീർച്ചയായും CLP യോഗം നേരത്തെ നടന്നതാണ്. MLA-മാരുടെ അഭിപ്രായങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി CLP യോഗത്തിൽ വോട്ടെടുപ്പോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചർച്ചകളിലേക്കോ പോകില്ല. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി ഈ നേതാവിനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ നടപടിക്രമം തന്നെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കലാണ്. അതിനുശേഷമാണ് MLA-മാരുടെ അഭിപ്രായം ആരായുന്നത് പോലും. കാരണം ആദ്യം തന്നെ നേതാവിനെ പ്രഖ്യാപിക്കാനുള്ള ചുമതല AICC അധ്യക്ഷന് നൽകിയിട്ടുള്ളതിനാൽ ഇനി AICC അധ്യക്ഷന്റെ തീരുമാനം CLP യോഗത്തിൽ വായിക്കുകയും അത് കൈയടിച്ച് അംഗീകരിക്കുകയും മാത്രമാണ് MLA-മാർക്ക് മുന്നിലുള്ള കടമ. അതിനുശേഷം ഗവർണറെ കാണുന്നതിന് മുന്നോടിയായി MLA-മാർ ഒപ്പിട്ട ഒരു കത്ത് ലോക്ഭവനിലേക്ക് കൈമാറേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ കൂടിയാണ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇനി മറിച്ചെന്തെങ്കിലും നടക്കുമെന്ന് പറയുക വയ്യ. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കത്തുമായിട്ടാണ് ദീപാദാസ് മുൻഷി, കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി നിരീക്ഷകരായി നിയോഗിക്കപ്പെട്ട അജയ് മാക്കനും മുകുൾ വാസ്നിക്കും എത്തുന്നത്. 4 മണിക്കാണ് ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ അനുമതി തേടിയിട്ടുള്ളത്. അതുകൊണ്ട് 4 മണിക്ക് അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചയോടുകൂടി മാത്രമേ ഡൽഹിയിൽ നിന്ന് അവർ പുറപ്പെടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് CLP യോഗമടക്കം 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന CLP യോഗമടക്കം നീണ്ടുപോകുന്നു. CLP യോഗം മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും KPC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അവർ ഡൽഹിയിൽ നിന്ന് ചില കോളുകൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.